നമസ്കാരം. മധ്യേഷ്യയിൽ US-ഇറാൻ സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്നതിനിടെ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വച്ച് ഇറാൻ നാവികസേനയുടെ ഐറിസ് ഡെന എന്ന യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം. ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തുള്ള ഗാലെ തീരത്തിന് സമീപം നടന്ന ഈ ആക്രമണത്തിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന 180 നാവികരിൽ 101 പേരെ കാണാതായതായും 78 പേരെ ശ്രീലങ്കൻ സേന രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച ശ്രീലങ്കൻ സമുദ്രപരിധിയിൽ വെച്ചായിരുന്നു സംഭവം. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ സൈന്യം വൻതോതിലുള്ള തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇറാനിയൻ കപ്പലിൽ നിന്നുള്ള അടിയന്തര സന്ദേശം ലഭിച്ചയുടൻ ശ്രീലങ്കൻ നാവികസേന രക്ഷാദൗത്യം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. നാവികസേന രക്ഷപ്പെടുത്തിയ 32 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ആക്രമണം നടന്ന ഉടൻ കപ്പൽ മുങ്ങുകയായിരുന്നു. പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ ആക്രമണം ഒരു US അന്തർവാഹിനിയാണ് നടത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ശ്രീലങ്കൻ നാവികസേന ഈ ആക്രമണം സ്ഥിരീകരിക്കുകയും അതിവേഗം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുമായിരുന്നു. കപ്പൽ അപകടത്തിലാണെന്ന വിവരം ലഭിച്ചയുടൻ ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും സംയുക്തമായി കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ പ്രദേശത്തേക്ക് അയച്ചു. ജീവനക്കാർക്കായി നടത്തുന്ന തിരച്ചിലിനിടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ശ്രീലങ്കൻ നാവികസേന വക്താവ് അറിയിച്ചു. ഇവ കപ്പലിലെ ജീവനക്കാരുടേതാണെന്നാണ് സംശയം. എന്നാൽ മരിച്ചവരുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്താൻ വക്താവ് തയ്യാറായില്ല. ആക്രമണം നടന്ന സമയത്ത് പ്രദേശത്ത് മറ്റു കപ്പലുകളൊന്നും നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പാർലമെന്റിനെ അറിയിച്ചു. രക്ഷപ്പെടുത്തിയ 78 പേരിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ അടിയന്തരമായി ഗാലയിലെ ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നും മറ്റ് 7 പേർക്ക് അടിയന്തര ചികിത്സ നൽകുന്നുണ്ടെന്നും ലഭ്യമായ വിവരങ്ങൾ വ്യക്തമാക്കുന്നു. കാണാതായവർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. അതേസമയം ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മേഖലയിലെ US-ഇറാൻ സംഘർഷാവസ്ഥയെ ഈ ആക്രമണം കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്നും നയതന്ത്ര നിരീക്ഷകർ ആശങ്കപ്പെടുന്നു. അതേസമയം 5-ാം ദിവസവും ഇസ്രയേൽ US-ഇറാൻ സംഘർഷം തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലും ബുധനാഴ്ച ഇറാന്റെ ആക്രമണം ഉണ്ടായി. ബുധനാഴ്ച ഖത്തറിലെ US വ്യോമതാവളത്തിന് നേരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. 2 മിസൈലുകളാണ് US താവളം ലക്ഷ്യമിട്ടെത്തിയതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ഒരെണ്ണം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടമൊന്നുമില്ലെന്നും ഖത്തർ വ്യക്തമാക്കി. ഇസ്രായേൽ US ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 800 ആയി. ഇസ്രായേലിൽ 11 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച കുവൈത്തിൽ ഒരു ഇറാനിയൻ പെൺകുട്ടി മരിച്ചിരുന്നു. ബുധനാഴ്ച പശ്ചിമേഷ്യയിലെ വിവിധ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ 40ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി IRGC അവകാശപ്പെട്ടു. അതിനിടെ ഇറാനിൽ ആക്രമണം തുടരുകയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ബുധനാഴ്ച ഉച്ചയോടെ ടെഹ്റാനിൽ വൻ സ്ഫോടനങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ രാജ്യത്തിനെതിരെ നടക്കുന്ന US-ഇസ്രായേൽ യുദ്ധത്തിന് പിന്തുണ നൽകുന്ന തരത്തിൽ ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലെന്ന് ഇറാന്റെ ജുഡീഷ്യറി ചീഫ് ഗുലാം ഹുസൈൻ മഹ്സനി മുന്നറിയിപ്പ് നൽകി. ശത്രുക്കളുമായി ഏതെങ്കിലും രീതിയിൽ സഹകരിക്കുന്നവരെ ശത്രുക്കളായി തന്നെ കണക്കാക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്ന് സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞു. രാജ്യത്തുണ്ടാകുന്ന ലഹളകളും കലാപക്കേസുകളും കൈകാര്യം ചെയ്യുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെയോ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെയോ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരും ശത്രുപക്ഷത്താണെന്നും വിപ്ലവകരവും ഇസ്ലാമികവുമായ തത്വങ്ങളനുസരിച്ചും യുദ്ധകാലത്തെ നിയമങ്ങൾക്കനുസരിച്ചും ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധസമയത്ത് ഇറാൻ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയും ഇസ്രായേലും ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. ഇറാനിയൻ ജനതയ്ക്ക് ലഭിക്കുന്ന തലമുറകളിലെ ഏക അവസരം എന്നാണ് ഇതിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ വർഷം ആദ്യം രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. സമരക്കാർക്ക് നേരെ ഇറാൻ ശക്തമായ നടപടികളെടുക്കുകയും സമരം അടിച്ചമർത്തുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്തിരുന്നു.